എന്റെ ഈ ഭാരം നീ അറിയണം. ഈ അസ്ഥി ജീവിക്കണമെങ്കിൽ ഈ അസ്ഥിയെ ജീവിപ്പിക്കുന്ന ദൈവം അറിയണം. ശ്രദ്ധിച്ചേ, ഈ പ്രതിസന്ധി മാറണമെങ്കിൽ ഈ പ്രതിസന്ധിയെ ആരറിയണം? എന്റെ ദൈവം അറിയണം. ഈ പ്രതികൂലം മാറണമെങ്കിൽ ഈ പ്രതികൂലത്തെ ആരറിയണം? എന്റെ ദൈവം അറിയണം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, നീ അറിയേണ്ടതുപോലെ നീ ഇതിനെ ഒന്ന് അറിഞ്ഞ, ഈ അസ്ഥികളെ ഒന്ന് മനസ്സിലാക്കിയ, ഈ അസ്ഥികളുടെ അവസ്ഥകൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായി ഈ അസ്ഥികൾ ജീവിക്കും. ഇന്ന് പകൽക്കാലം അതിനകത്തൊരു ദൂത് ഞാൻ പറയാം. നീ അറിയുന്നതിനേക്കാൾ ഉപരി നിന്റെ ഭാരം ഒരു മനുഷ്യൻ അറിഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരറിഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൂടപ്പറപ്പുകൾ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം. അറിയേണ്ടതുപോലെ ദൈവം നിന്റെ ഭാരം അറിയണം. പ്രവാചകൻ പറയുന്നത് എന്താണ്? കർത്താവേ, നീ അറിയുന്നു, നിനക്ക് ജീവൻ കൊടുക്കാനും അറിയാം, ജീവൻ എടുക്കാനും അറിയാം. ഈ പ്രതിസന്ധിയെ മാറ്റാനും കഴിവുണ്ട്, ഈ പ്രതിസന്ധിക്കകത്ത് എന്നെ നശിപ്പിക്കാനും കഴിവുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഈ പ്രതിസന്ധി മുഖാന്തരം എനിക്ക് നാശം ഭവിക്കാനിടയാകും. ഈ പ്രതിസന്ധി മുഖാന്തരം ദൈവം എന്നെ വളർത്താൻ കഴിയും. സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് യോഗ്യമായത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. പക്ഷേ എന്റെ ഈ വിഷയം ദൈവം അറിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ പറയാം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളിൻ. ദൈവം എന്ന് പറയുമ്പോൾ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. കാരണം സകലത്തിന്റെ മേലും ആധിപത്യമുള്ള ദൈവം. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതികൂലത്തെ ദൈവത്തിന് നീക്കാൻ കഴിയും. ഈ പ്രതികൂലം എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവം ഒന്ന് അറിഞ്ഞാൽ ഈ പ്രതിസന്ധി മാറും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ദൈവമേ നീ അറിയുന്നു. കാരണം ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഒരു വാക്യം വീണ്ടും വായിച്ചാണ്, 37-ാം വാക്യം, എഗസ്തേൽ പ്രവാചക പുസ്തകം 37-ന്റെ 3-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാണ്. അവൻ എന്നോട്, ഈ പ്രതികൂലം മാറുമോ? ഈ സാഹചര്യം മാറുമോ? നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുമോ? നിന്റെ വീട്ടിനകത്തെ അസമാധാനം മാറുമോ? നിന്റെ വീട്ടിനകത്ത് കിടക്കുന്ന ശാപത്തിന്റെ കെട്ട് അഴിയുമോ? സ്വതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ആരോഗ്യം മടങ്ങി വരുമോ? നിന്നെ പിടിച്ചിരിക്കുന്ന ആ ലോകാത്മാവ് നിന്നെ വിട്ടു പോകുമോ? ഇന്ന് പകൽക്കാലം അത് ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുക. പലരുടെയും വിഷയത്തിനകത്ത് പലരും പല വിഷയത്തിനകത്തായിരിക്കുന്നത്. ഈ പല വിഷയത്തിനകത്ത് വിടുതൽ പല തരത്തിലാണ്. അതുകൊണ്ട് വചനം പലരോട്
നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പി. നീ ഉണങ്ങാനുള്ള കാരണം, നീ ഈ സാഹചര്യത്തിൽ വരാനുള്ള കാരണം, നീ ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരാനുള്ള കാരണം നീ ഉണങ്ങിയതുകൊണ്ട്, നീ ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം. നമ്മുടെ പല സാഹചര്യങ്ങളിലും സകല പ്രതിസന്ധികളും നമ്മെ വിട്ടു പോകാത്തതിന്റെ കാരണം, നാം എത്ര പ്രാർത്ഥിച്ചിട്ടും അവൻ വിടാത്തതിന്റെ കാരണം, നാം എത്ര ശ്രമിച്ചിട്ടും അവൻ വിട്ടുപോകാത്തതിന്റെ കാരണം, ജീവിക്കേണ്ട പല ഭാഗവും ഉണങ്ങിക്കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ആത്മീയമായി നീ ഉണരുന്നത് വരെയും, ആത്മീയമായി നീ ജീവൻ വയ്ക്കുന്നത് വരെയും മരണത്തിന്റെ അധികാരി നിന്നെ വിട്ടുപോകില്ല. സ്വത്രം, നിന്റെ ഈ പ്രതിസന്ധി മാറണമോ? ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലം മാറണമോ? ഇതുവരെ സംഭവിക്കാത്ത, ഇതുവരെ കാണാത്ത ചില പ്രവൃത്തികൾ ആ വിഷയത്തിന്റെ മേൽ ദൈവം ചെയ്യണമോ? ആ ഉണങ്ങിയ അസ്ഥി ഒന്ന് ജീവിക്കണം. ആ ഉണങ്ങിയ അസ്ഥി ജീവിക്കണമെങ്കിൽ നീ അനുസരിക്കേണ്ടവനെ, അംഗീകരിക്കേണ്ടവനെ, ഏറ്റെടുക്കേണ്ടവനെ, വില കൊടുക്കേണ്ടവനെ നീ വില കൊടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നിന്നെ വിടുവിക്കുവാൻ തയ്യാറാണ്. കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ഒരുക്കണം. കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ ഒരുക്കണം. പക്ഷേ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ദൈവ വചനത്തിന് നീ ഇമ്പോർട്ടന്റ് കൊടുക്കണം. 8 വാക്യം വായിച്ച വാക്യം വിടുവാച്ചേ. 4ാമത്തെ വാക്യം. മതി, ഈ അസ്ഥികളോട് പ്രവചിച്ച് പറയേണ്ടത്. അടുത്ത വാക്യം. ഉണങ്ങിയ അസ്ഥികളെ, ഉണങ്ങാനുള്ള കാര്യം, ഉണങ്ങിയത് എങ്ങനെയാ മാമ? കേൾക്കാത്തത് കൊണ്ട്. ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു, ദൈവ വഴിയിൽ നടക്കാമെന്ന് ആഗ്രഹിച്ചു, ഉടമ്പടി എടുത്തു, സ്നാനം പെട്ടു, ദൈവവചനത്തിന് കീഴിൽ വരാനും ആഗ്രഹിച്ചു. പക്ഷേ വചനപ്രകാരം ജീവിക്കാൻ എന്ത് ചെയ്യുന്നു? താല്പര്യം. നമുക്ക് ക്രിസ്തുവിൽ നമുക്ക് എന്ത് വേണം? ഉണങ്ങിയ അവസ്ഥകൾ ജീവിക്കണം. എന്റെ സാഹചര്യങ്ങൾ മാറണം. ദൈവമുണ്ടെന്നും ദൈവം എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുമെന്നും എനിക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ കേൾക്കണം. ദൈവത്തെ കേൾക്കണം. ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവവചനം കേൾക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. അത് കേട്ടത് നിന്റെ ജീവിതത്തിൽ നീ അനുസരിക്കണം. ഈ താഴ്മയുടെ അനുഭവത്തിൽ, ഈ ഉണങ്ങിയ അവസ്ഥയിലേക്ക് അസ്ഥി മാറാനുള്ള കാരണം, ഈ ഉണങ്ങിയ സാഹചര്യത്തിലേക്ക് മാറാനുള്ള കാരണം വചനം കേൾക്കുന്നു, കേട്ടത് അനുസരിക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. നമുക്കിന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കണ ഇഷ്ടമല്ല മക്കളെ. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ
മഹത്വം നീ അനുഭവിക്കാനിടയാകും. ദൈവത്തിൽ നിന്ന് നീ കേൾക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയാൽ നിന്റെ ഉണങ്ങിയ സാഹചര്യത്തെ ദൈവം ജീവിപ്പിക്കാം. സ്തോത്രം. ദൈവം നിങ്ങളെ വിളിച്ചത് തകർക്കാനാണോ ഉയർത്താനാണോ? ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് വളർത്താനാണോ അതോ നശിപ്പിക്കാനാണോ? ദൈവം നിങ്ങളെ വിളിച്ചത് കണ്ണുനീരിനകത്ത് താഴ്ത്തിക്കളയാനാണോ അതോ കണ്ണുനീര് തുടച്ച് നിങ്ങളെ ഉള്ളിൽ സന്തോഷം പകർത്താനാണോ? ദൈവം ആഗ്രഹിക്കുന്ന മനസ്സിലാക്കി, ദൈവം നിങ്ങളെ വിളിച്ചത് നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയല്ല. ദൈവം നിങ്ങളെ വിളിച്ചത് ആ നാശരൂപത്തിൽ അടിമയായി പോകാനല്ല. ദൈവം നമ്മെ വിളിച്ചത് നിത്യമായ നരകത്തിന്റെ പ്രവൃത്തി ചെയ്യാനല്ല. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ അസ്ഥി എന്ത് ചെയ്യണം? ജീവിക്കണം. ഈ ഉണങ്ങിയ അസ്ഥിക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം അവളിൽ നടക്കണം. അവളിൽ നിന്ന് അനുഭവിക്കുന്ന ഏത് സാഹചര്യമാകട്ടെ ആ സാഹചര്യത്തെ അവളിൽ നിന്ന് മാറണം. സ്തോത്രം, 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 സ്തോത്രം. ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ, നീ ഉയരാതിരിക്കേണ്ടതിന്, നീ തകർന്നു പോകേണ്ടതിന് നിന്നോട് പറ്റിയിരിക്കുന്ന ചില ആധിപത്യങ്ങളുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നീ ഉണങ്ങിപ്പോയാൽ, നീ ഉണങ്ങി വീണാൽ, നീ നശിച്ചു പോയാൽ അത് ദൈവത്തിന് നഷ്ടമാ. അതുകൊണ്ട് ദൈവം പറയുന്നത്, നീ നശിക്കാൻ വേണ്ടി അല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. കർത്താവ് എന്തോ പറയുന്നേ? പ്രിയ കുഞ്ഞെ, കർത്താവ് എന്തോ പറയുന്നേ? ഉണങ്ങിയ അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ, ഇങ്ങനെ ഉണങ്ങി കിടക്കാനല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത്. നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ജീവിക്കണം. നീ ജീവനുള്ളവരുടെ ദേശത്ത്, മരിച്ചവരുടെ ഇടയിൽ നിനക്കൊരു ജീവൻ ഉണ്ടെന്നോ, ആ ജീവന്റെ മഹത്വം എന്തെന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മറ്റുള്ളവരുടെ ഇടയിൽ നീ വെളിപ്പെടുത്തണം. ഓ രക്തത്താൽ ഛേദിക്കപ്പെട്ടു, രക്തത്താൽ ഛേദിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ ഉണങ്ങിയവളാ, പക്ഷേ എന്റെ ദൈവം ഉണങ്ങിയ അവസ്ഥകളെ ഇന്ന് പകൽ മാറ്റുകയാണ്. സ്തോത്രം. വീണ്ടും വാക്യം 37-ന്റെ 6-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത്, നിങ്ങൾ ഉണങ്ങാനുള്ള സാഹചര്യം ദൈവം മാറ്റണ്ടേ? ഈ സാഹചര്യം മാറിയെങ്കിലും നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നതുവാ, ഞാൻ അവളെ അവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ അവളുടെ കണ്ണുനീരിന് മറുപടി ഞാൻ കൊടുക്കും. അവൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി അവളിൽ നിന്ന് ഞാൻ നീക്കും. പക്ഷേ അവൾ എന്തായി തീരണം? എന്റെ വാചനം അനുസരിക്കണം. പിടികിട്ടിയോ? പിടികിട്ടിയോ ഞാൻ ഈ പറഞ്ഞത്? നീ ഉണങ്ങാനുള്ള കാരണം എന്തോ? അതാ പ്രവാചകൻ പറഞ്ഞ്, ഉണങ്ങിയ അസ്ഥികളെ, പ്രാർത്ഥനയിൽ ഉണങ്ങി, ആരാധനയിൽ ഉണങ്ങി, വിശ്വാസത്തിൽ ഉണങ്ങി, പ്രത്യാശയിൽ ഉണങ്ങി, ആദ്യ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഉണങ്ങി, ദൈവം ചെയ്തു തന്ന അത്ഭുതങ്ങൾ ഉണങ്ങിപ്പോയി. ഉണങ്ങാൻ കാരണം ഞാനാണോ ദൈവമാണോ? സ്തോത്രം. ദൈവം എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതിന്റെ കാരണം ഞാനാണോ അതോ ദൈവമാണോ? ഞാൻ ഉണങ്ങിയത് കൊണ്ടാ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തത്. സ്തോത്രം.
ദൈവസഭയാകുന്ന തോട്ടത്തിനകത്തോ നട്ടു. അടുത്ത വാക്യം. ഇത് വാടിപ്പോകരുത്. ഹലോ, ഇത് വാടിപ്പോകരുത്. നിന്നെ നട്ടതെന്തിനാ? വളരെ ഫലം കായ്ക്കാൻ. പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നിന്റെ സാഹചര്യവും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴുള്ള സാഹചര്യം തമ്മിൽ രണ്ടും രണ്ടാ. നീ ഇതിനകത്ത് നിന്നെ നട്ടത് നീ അനുഗ്രഹിക്കപ്പെടാനാ. നിന്നെ ഇതിനകത്ത് നട്ടത് നിന്റെ ശാപം മാറാനാ. സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നമ്മളെ ക്രിസ്തു മുഖാന്തരം നട്ടിരിക്കുക. എന്തിന്? ഫലം കായ്ക്കാൻ. നിങ്ങൾ ഉണങ്ങി പോകാതിരിക്കേണ്ടത് അധികം വെള്ളമുള്ളിടത്ത് നട്ടിരിക്കുക. അങ്ങനെയല്ലേ? നോക്കിയൊന്ന് വീണ്ടും വായിച്ചിട്ട് മാമേ. വളരെ വെള്ളം പരിശുദ്ധാത്മാവ് വചനം നിന്നെ എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം, വളർത്തണം. നീ വളരാൻ വേണ്ടി ഫലമുള്ള ഒരു തോട്ടം പോലെ ആയി തീരാൻ വേണ്ടിയാ. ഫലമില്ലാത്ത നിന്നെ ഫലമുള്ളതാക്കി തീർക്കാൻ ദൈവം സഭയാകുന്ന തോട്ടത്തിൽ നിന്നെ നട്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം ഉണങ്ങി പോകാനാണോ നട്ടത് അമ്മാമേ? 8 വാക്യം യഹോവയുടെ പുസ്തകം 17:10 വായിച്ച്. 17:10 വായിച്ച്. അത് നട്ടിരിക്കുന്നു സത്യം. നിന്നെ ആരാ നട്ടത്? ദൈവം. അപ്പൊ നട്ടിരിക്കുന്നു സത്യം. ദൈവം പറയുക സഭയ്ക്കകത്തുണ്ടെന്നേ, നട്ടിരിക്കുന്നു. പക്ഷെ അത് തഴയ്ക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഉണങ്ങി പോകുമോ ഇല്ലയോ എന്ന് വായിച്ച. അത് തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് പ്രതികൂലം തട്ടുമ്പോൾ അത് വാടിപ്പോകുമോ ഇല്ലയോ? വളർന്ന തടാകത്തിൽ തന്നെ അത് ഉണങ്ങി പോകുമോ എന്ന് അയച്ചു നോക്കി. വീണ്ടും വായിച്ചിട്ട് ആ വാക്യം. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ പറയണം. ഭയങ്കരപ്പെട്ടൊരു വേടാണ്. നീ പറ. നീ ദൈവത്തോട് ചോദിക്കേ, എന്നെ എന്തിനാ ഇതിനകത്ത് നട്ടത്? വളരാനാ. ഞാൻ എന്നെ ഇതിനകത്ത് വിളിച്ചത് നീയല്ലേ? ഞാൻ വന്നതല്ലോ ഈ മാർഗത്തിലേക്ക്, ഈ ക്രിസ്തു എന്ന മാർഗത്തിലേക്ക് എന്നെ തെരഞ്ഞെടുത്ത ദൈവമോ. സ്വത്രം. എന്നെ ഒരു മനുഷ്യനല്ല തെരഞ്ഞെടുത്തത്. എന്നെ ഒരു മനുഷ്യനല്ല എന്നെ വിളിച്ചത്. ജാതികളെ ഇടയിൽ കിടന്ന എന്നെ ക്രിസ്തുവാകുന്ന മാർഗത്തിലേക്ക്, സാഹചര്യത്തിൽ നിന്നും സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നാലോ ക്രിസ്തുവോ. ആ കർത്താവ് നിന്നോട് ചോദിക്കാം, ഞാൻ നിന്നെ നട്ടു, ശരിയാ, പക്ഷെ നീ വളരുന്നുണ്ടോ? 3 കാര്യങ്ങൾ പറയുന്നു. 1, സ്തോത്രം, നീ തഴയ്ക്കുമോ? നീ ഉയർച്ച പ്രാപിക്കുമോ? ഉയരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. നീ ഉയരാൻ ദൈവത്തിന്റെ ആഗ്രഹം എന്തുവോ? നീ ഉയരണം. ദൈവത്തിന്റെ ആഗ്രഹം എന്തോ അമ്മേ? നീ ദേശത്തിന്റെ നടുവിൽ ഉയർച്ച പ്രാപിക്കണം. നീ നശിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്.
ദൈവത്തിന്റെ മുഴുവൻ ആഗ്രഹം നീ ഉണങ്ങിപ്പോകാനല്ല. നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടണം. നിന്റെ അവസ്ഥകൾ മാറണം. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അവസ്ഥകൾ ദൈവം മാറ്റാൻ ഒരുക്കണം. ലോക സ്വഭാവത്തിൽ നിന്നും ദൈവ സ്വഭാവമായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മെ നീതി പ്രവർത്തിക്കാൻ വേണ്ടി ഇതിനകത്ത് വിളിച്ചത്. പക്ഷെ ആ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരുമോ ഇല്ലയോ എന്ന് ദൈവം ചോദിക്കുക. അതുകൊണ്ടാണ് വേദപുസ്തകം ചോദിച്ചത്, ഈ അസ്ഥി ജീവിക്കുമോ? എടാ കുഞ്ഞെ, നീ ജീവിച്ചാൽ അസ്ഥി ജീവിക്കും. നീ ജീവിച്ചാൽ നിന്റെ വിഷയം കിട്ടുമോ? സ്വതന്ത്രം സ്വതന്ത്രം. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിക്കിടന്ന നിന്നെ ഉണർത്താൻ ദൈവം നിന്നെ ഇപ്പോൾ തോട്ടത്തിൽ കൊണ്ടുവന്നത്. ഉണങ്ങിക്കിടന്ന നിന്റെ അവസ്ഥകളെ ജീവിപ്പിക്കാൻ ദൈവം നിന്നെ തോട്ടത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം. നീ പ്രതിസന്ധിയായി ഭാരപ്പെട്ട വിഷയം നിന്നെ വിട്ടു പോകേണ്ടതിനാണ് ദൈവം ഈ തോട്ടത്തിൽ കൊണ്ടുവന്നത്. ഓ ജീസസ്, നിന്നെ ഉണക്കിക്കളയുന്ന ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ അന്ധകാര ശക്തി നിന്നെ വിട്ടു പോകേണ്ടതിനാ ദൈവം ഈ തോട്ടത്തിൽ കൊണ്ടുവന്നത്. നീ വിട്ടിട്ട് നിന്നെ വിടാതെ നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തി വിട്ടുമാറാനാ ദൈവം ഈ തോട്ടത്തിൽ കൊണ്ടുവന്നത്. ആ കരമടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. ഞാൻ നശിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നീ കരഞ്ഞപ്പോ നിന്റെ കണ്ണുനീര് ആരും കണ്ടില്ല. നിന്റെ കണ്ണുനീര് കണ്ടതാരാ? സ്വർഗം. ഈ കണ്ണുനീര് മാറ്റാനാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ഈ ഉണങ്ങിയ സാഹചര്യം, എനിക്ക് എന്റെ ഈ ഉണങ്ങിയ അവസ്ഥകളെ നീക്കാൻ കഴിവുള്ള എത്ര വലിയ കൂട്ടം എനിക്കെതിരെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം അവൻ എന്നെ സൂക്ഷിക്കാം. ഞാൻ നശിക്കാനല്ല ഇറങ്ങി തിരിച്ചത്, ഞാൻ അപവാദം പറയാനല്ല ഇറങ്ങി തിരിച്ചത്. ഞാൻ ദൈവത്തിന്റെ മഹത്വം. തിരുവചനം വായിച്ചാട്ടെ. അത് നട്ടിരിക്കുന്നു സത്യം. അത് തഴിക്കുമോ? നീ വളരുമോ? നിന്റെ അവസ്ഥകൾ മാറുമോ? ദൈവം ചോദിക്കുക, മാറുമോ? നിന്റെ ഉള്ളിൽ നിന്നും പറയണം, മാറും മാറും. എന്റെ കണ്ണടയുന്നതിന് മുമ്പേ ഞാൻ ചിലത് കണ്ടിരിക്കും. എന്റെ നട്ടിരിക്കുന്ന തോട്ടത്തിൽ ഒരു ഇടയനുണ്ട്, ഒരു ഉടയവനുണ്ട്, ഒരു തോട്ടക്കാരനുണ്ട്. അത് നട്ടു പട്ടുപോകാനല്ല എന്നെ നട്ടത്. എനിക്ക് അധികം ഫലം കഴിക്കേണ്ടതിന് എന്നെ അതിനകത്ത് വെട്ടി 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 അധികം ഫലമുള്ളതാക്കി എന്നെ തീർക്കുന്ന ഒരു തോട്ടക്കാരൻ. ദൈവം നട്ടതിനെ പിഴുതു കളയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്ക്. ദൈവം നിന്നെ നട്ടത് കൊണ്ട് ഈ ലോകത്തിൽ എത്ര വലിയ പ്രതികൂലം എഴുന്നേറ്റാലും നിന്നെ പിഴുതു കളയാൻ പറ്റത്തില്ലെന്നേ. നട്ടത് ദൈവമാണെങ്കിൽ, നിന്നെ വളർത്തുന്ന ദൈവമാണെങ്കിൽ, നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണെങ്കിൽ, ഈ ലോകത്തിൽ ഒരേ ശക്തികൾ അവൻ ഒരുപോലെ എഴുന്നേറ്റ് വന്നാൽ നിന്നെ പിഴുതെറിയാൻ അവന് കഴിയില്ല. നിന്നെ പിഴുതെറിയാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലം വരുന്നത് എന്തിനാ? നീ ഇട്ടിട്ട് പോണം. ഈ തോട്ടക്കാരനെ വിട്ട് പോണം. സ്വതന്ത്രം. പ്രതിസന്ധി വരുന്നത് എന്തിനാ വെച്ചുപോണേ? നിന്നെ കളിയാക്കുന്ന നീ പോണം. വെച്ചാട്ടെ സത്യം. അത് തഴയ്ക്കുമോ? പ്രതികൂലം വരുമ്പോ നീ ഓടുവോ? കിഴക്കൻ കാറ്റില്ല അമ്മാമേ. ഹലോ,
സത്യമാർഗം. ദൈവത്തിന്റെ വചനം പറയുന്നു, കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിയോഗി വരുമ്പോൾ, ആ പ്രതിസന്ധി വരുമ്പോൾ നീ വാടിപ്പോകുമോ? കർത്താവ് നിന്നോട് ചോദിക്കുക, ഇന്നലകളിൽ നിന്നെ നടത്തിയ ദൈവം, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്ത ദൈവം, ഇന്നുവരെ നിന്റെ ആയുസ്സിന് സുരക്ഷിതരായി നിന്ന ദൈവം ചോദിക്കുക, ഒരു ചെറിയ പ്രതികൂലം വരുമ്പോ നീ ഇട്ടിട്ട് പോകുമോ? നീ പട്ടുപോകാനല്ല ദൈവം നിന്നെ പിഴുതെടുത്തത്. സ്വർഗീയ തോട്ടത്തിനകത്ത് വെച്ച് നീ ഉണങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ വചനം പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. നിന്നെ ഉയർത്താൻ കഴിവുള്ള വചനം, നിന്നെ തളർത്താൻ കഴിവുള്ള വചനമല്ല, നിന്റെ തളർച്ചയിൽ നിന്നും നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള വചനം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും ആ പ്രതികൂല സാഹചര്യത്തിനകത്തേക്ക് വിട്ടുകൊടുക്കാത്ത വചനം. സ്തോത്രം, സ്തോത്രം. വീണ്ടും വായിച്ച വാക്യം, പ്രവാചക പുസ്തകം 37-ന്റെ 4-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് ഒത്തിരി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവിക്കേണ്ടതിന്, അങ്ങനല്ലേ? നിങ്ങൾ ജീവിക്കണം എന്നല്ല പറഞ്ഞ, നിങ്ങൾ ജീവിക്കേണ്ടതിന്. അപ്പൊ നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ മരിച്ച അവസ്ഥ എന്ത് ചെയ്യണം? വിട്ടുപോകണം. മരിച്ച അവസ്ഥ നിന്നെ ഉണക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നിന്നെ ജീവിപ്പിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം, നീ വചനത്തിന് കീഴ്പ്പെട്ട, നീ വചനത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വേദപുസ്തകം ചോദിച്ചത്, ഈ അസ്ഥി ജീവിക്കുമോ എന്ന് പകൽക്കാലം പറയണം. ഈ അസ്ഥി ജീവിക്കും. ഈ പ്രതിസന്ധി, ഈ പ്രതികൂല സാഹചര്യം എന്നെ വിട്ടു പോകും. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചെടുക്കും. നാളുകളായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുനീര് മറുപടി ഞാൻ കണ്ടെത്തും.